ഇന്നലെ നമ്മൾ കേട്ട ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ജോലിഭാരം കാരണം കണ്ണൂരിൽ പയ്യന്നൂരിലെ ഒരു BLO ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങൊക്കെ ഇന്നാണ് നടക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരം 3 മണിക്കാകും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അനീഷിന്റെ മരണത്തിൽ പ്രതിഷേധവും കനക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്ന് ജോലി ബഹിഷ്കരിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെയും ജില്ലാ കളക്ടറുടെയും ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. നിഖിലാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. നിഖിലെ, ഗുഡ് മോർണിംഗ്. താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഒക്കെയും അനീഷ് ജില്ലാ കളക്ടറെ അടക്കം അറിയിച്ചിരുന്നു. പക്ഷേ ഒന്നിനും ഒരു നടപടി ഉണ്ടായില്ല. ഒടുവിൽ മരണവഴി തിരഞ്ഞെടുത്തു അനീഷ്. ആ ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വിവരം, ആ ഒരു സങ്കടത്തിൽ തന്നെയാണ് നമ്മളൊക്കെയും. അപ്പോൾ ഈ അനീഷിൻ്റെ ഇനി സംസ്കാര ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുടുംബം നിശ്ചയിച്ചിരിക്കുന്നത്? മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പം BLOമാരൊക്കെ ജോലി ബഹിഷ്കരിക്കുമെന്നുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് അനീഷ് ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഔദ്യോഗികമായി ഇതിൽ വന്നിരിക്കുന്ന വിശദീകരണം SIR ജോലിഭാരമല്ല അനീഷ് ജോർജ് ജീവനൊടുക്കാൻ കാരണം എന്നുള്ള കണ്ടെത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് പോലീസും ഭരണപരമായി നടത്തിയ അന്വേഷണങ്ങളിൽ അങ്ങനെയാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ജില്ലാ കലക്ടർ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. SIRുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജിന് മുഴുവൻ സഹായ സഹകരണങ്ങളും കൃത്യമായ സമയങ്ങളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് 240 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാനാണ് ബാക്കിയുണ്ടായിരുന്നത്. ഈ 240 ഫോമുകൾ വിതരണം ചെയ്യാൻ സഹായം ആവശ്യമാണോ എന്ന് ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ 8:45 ആ സമയത്ത് അത് ആവശ്യമില്ല, താൻ തനിച്ച് തന്നെ ഇത് ചെയ്ത് തീർത്തോളാം എന്ന് മറുപടി നൽകി എന്ന റിപ്പോർട്ടുണ്ട് എന്നും കലക്ടർ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് SIR സമ്മർദ്ദമല്ല ഈ അനീഷ് ജോർജ് ജീവനെടുക്കാൻ കാരണമെന്നൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായ വിശദീകരണമാണ് ഇന്നലെ പുറത്തു വന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് ആണ് ഇന്നലെ ആദ്യം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അവിടെ BLOയ്ക്കൊപ്പം ബൂത്ത് ലെവൽ ഏജന്റുമാർ, പാർട്ടി പ്രവർത്തകരായ ബൂത്ത് ലെവൽ ഏജന്റുമാർ പോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് ഏറ്റുകൊടുക്കയെ BLO ആയ അനീഷ് ജോർജ് വീട് കയറാൻ കൂടെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനീഷ് ജോർജ് സംസാരിക്കുന്ന ശബ്ദ സന്ദേശം കയ്യിലുണ്ട്. അത് പിന്നീട് പുറത്തുവിടുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ അവിടെ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ്. അതേസമയം ഇന്നലെ ഈ തുടക്കത്തിൽ തന്നെ CPIMനെ വിമർശിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നെങ്കിലും CPIM ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്ന മറുപടിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും ആ നിലയ്ക്ക് ഒരുപക്ഷെ ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട്. വ്യക്തിപരമായ ഏതെങ്കിലും സമ്മർദ്ദം ഈ അനീഷ് ജോർജ് ജീവനെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. ഓക്കെ, ശരി നിഖിൽ. ഓക്കെ.